കുറച്ചുപേര് വന്നാട്ടെ. ചേട്ടൻ ഇവിടെ നമ്മൾ സംസാരിച്ചു, ബാബാചേട്ടൻ പറഞ്ഞു വന്നാട്ടെ. ഇവിടെ പഠിച്ചാണോ കൊടുത്ത? എന്താ പേര്? എൻ്റെ പേര് നൗഷാദ്. നൗഷാദ്. എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ? 1 മുതൽ 10 വരെ. 1 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ ഹുസൈൻ പറഞ്ഞ മാതിരി പിന്നെ പണ്ട് റിസൾട്ട് വളരെ മോശമായിരുന്നു. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയല്ല, ശരി തന്നെയാണ്, വി കെ ജോൺ 92-93 കുറുവലങ്ങാട്ടുകാരൻ. സാറിന് ഓർമ്മ ഉണ്ടാവും. വിൽസൺ സാറിന്, വി കെ ജോൺ സാറിന് ഓർമ്മയുണ്ടോ? വിൽസൺ സാറ് HM ഈ നമ്മളെ വെള്ളാർമല സ്കൂളിന്റെ മുഖച്ഛായ മാറ്റിയെടുത്തൊരു ആ ജോൺ സാർ ഇപ്പോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിരിക്കും. വിൽസൺ സാറ് ഓർമ്മ ആള് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇല്ലാതിരുന്നതാണ് നല്ലതല്ലേ ഒരർത്ഥത്തിൽ, ഇതൊക്കെ കാണാൻ അല്ലേ? ശരിയാ. ഉണ്ടെങ്കിൽ ആ സാറിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വളരെ മോശമായിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ പഠിക്കുന്നതും ആ ബാച്ചിൽ ഞാൻ SLC പാസ്സായ ആളുമാണ് ഇവിടുന്ന്. അതെന്താണ് ജോൺ മാഷിന്റെ മാജിക്? ജോൺ മാഷിന്റെ മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എന്താ പറയുക, എല്ലാ വിധത്തിലും സംഭാവന നൽകി എല്ലാവരെയും വേണ്ട വിധത്തിൽ കണ്ട് കൂടുതൽ സമയം പരീക്ഷ സമയം ആകുമ്പോഴേക്ക് കൂടുതൽ സമയം എടുക്കുമായിരുന്നു. എടുക്കും അല്ലേ? എടുത്തിരുന്നു. അപ്പം അങ്ങനെ അത്രയും എഫേർട്ട് എടുത്താണ് പഠിപ്പിച്ചത്. ഈ സ്കൂളിൽ നിന്ന് ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് ചിലപ്പോൾ ഒരു കലാപരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ കുട്ടികളെല്ലാവരും കൂടി തമാശ പറഞ്ഞൊരു നിമിഷമായിരിക്കും, ഇല്ലെങ്കിൽ ആദ്യം പ്രണയമായിരിക്കും, ചിലപ്പോൾ സുഹൃത്ത് ബന്ധമായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഓർമ്മിച്ചാൽ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? അത് ഓർമ്മിക്കാനിപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. നമുക്കൊരാഗ്രഹം ചങ്ക് പടഞ്ഞു കാണില്ലേ ഇത് കാണുമ്പോൾ? ചങ്ക് പടഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി പെടയാനൊന്നുമില്ല, ബാക്കി കരയാൻ കണ്ണുനീരില്ല. മതിൽക്കെട്ടുകളില്ലാത്ത ജീവിതങ്ങൾ അവിടുത്തെ സൗഹൃദപരമായിട്ടുള്ള ഒന്നും ആർക്കും എഴുതി തള്ളാൻ കഴിയില്ല. ഇത് നമ്മളെ മേജർ സാറ്, വിജയേട്ടൻ, അങ്ങനെ പലരും. എൻ്റെ അമ്മോൻ്റെ ഒപ്പം പഠിച്ച അമ്മൻ SI ആയിരുന്നു, റിട്ടയർഡായി. ഇവരൊക്കെ ഒരു ബാച്ചാണ്. ഇവരൊക്കെ കാണിച്ചു തന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഈ നാട്ടിന്. അങ്ങനെ ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതെ, ഈ സ്കൂളെ ഇനി ഇവിടെ നിന്ന് മാറ്റി മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഉറപ്പങ്ങ് പോവില്ലേ? ഉറപ്പായിട്ടും പോകും. അത് നടക്കരുത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ ഈ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഇവിടെ തന്നെ ഈ നാടിനെ നിലനിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. ശരി തന്നെയാണ്, പൊട്ടൽ നടക്കുന്നു. 82-83 പൊട്ടിയിട്ടുണ്ട്, അതിനുശേഷം പുത്തുമല പൊട്ടിയിട്ടുണ്ട്. മലയുള്ളിടത്ത് പൊട്ടൽ നടക്കും, സ്വാഭാവികമാണ്. എങ്കിലും നമ്മളൊരു സുരക്ഷിതമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒന്നിലെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി മാറ്റിക്കൊണ്ട് അതിനെ നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. അതാണ് പ്രധാന